എത്ര ശോഭാ സുരേന്ദ്രന്മാരിവിടെ കേരളത്തിലുണ്ട്? നമ്മളറിയുന്ന ഒരു ശോഭാ സുരേന്ദ്രൻ, അത് BJPയുടെ സമുന്നതയായിട്ടുള്ള ഒരു നേതാവാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ശോഭാ സുരേന്ദ്രൻ നിറഞ്ഞു നിൽക്കും. കളം നിറഞ്ഞു നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ശോഭാ സുരേന്ദ്രനാണ്. ജയമോ തോൽവിയോ അത് പിന്നീടുള്ളൊരു കാര്യം. ശോഭാ സുരേന്ദ്രൻ നേടുന്ന വോട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മൾ പ്രത്യേകമായിട്ട് പഠന വിധേയമാക്കേണ്ടതാണ്. കാരണം BJPക്ക് ഒരു തരത്തിലും വേരോട്ടമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയാൽ പോലും അവിടെ നിന്ന് ഈ നല്ല രീതിയിൽ വോട്ട് സമ്പാദിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിയും. മലപ്പുറം ജില്ലയിൽ കൊണ്ട് നിർത്തുക, മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളും ലീഗ് കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പോലും കൊണ്ട് നിർത്തുക, അവിടെ നിന്നും ശോഭാ സുരേന്ദ്രൻ വോട്ട് സമാഹരിക്കും. ആ മണ്ഡലത്തിൽ കളം നിറഞ്ഞു നിൽക്കും. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ വോട്ടർമാർ മറന്നു കഴിഞ്ഞാലും ശോഭാ സുരേന്ദ്രനെ മറക്കത്തില്ല. അതാണ് ശോഭാ സുരേന്ദ്രൻ. ഇത് നമ്മൾ 2016 പാലക്കാട് കണ്ടു. പിന്നീട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ കണ്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് കണ്ടു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കണ്ടു. ഓരോ ഇടങ്ങളിലും നേടിയ വോട്ടുകൾ നോക്കണം. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 2,48,000 വോട്ടാണ് നേടിയത്. ആലപ്പുഴയിൽ വന്നിട്ട് 3 ലക്ഷം വോട്ടുകളാണ്. ഓരോ തവണയും പാലക്കാട് 2016 മത്സരിക്കുന്ന സമയത്ത് 2011 BJPക്ക് അവിടെ കിട്ടിയതിനേക്കാൾ 10 മടങ്ങാണ് വോട്ട് വർധനവുണ്ടായത്. ഇതെല്ലാ ഇടങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നോക്കിക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഒരിക്കലും A ക്ലാസ് മണ്ഡലമായിട്ടല്ല BJP വിഭജിച്ച് നിർത്തിയത്. ഏറ്റവും അവസാനമാണ് ശോഭാ സുരേന്ദ്രനെ അവിടെ ഇറക്കിയത്. അവിടെ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് A ക്ലാസ് മണ്ഡലമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു സംഘം സർവേക്ക് വന്നവരാണ്. അവർ കണ്ടെത്തിയത് ആലപ്പുഴ BJP പിടിച്ചെടുക്കുമെന്നാണ്. ഏതാണ്ട് പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടം വരെ എത്തി എന്നുള്ളതാണ്. 3 ലക്ഷം വോട്ട് സമാഹരിച്ചില്ലേ. മറ്റ് ഉള്ളവരൊക്കെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ കണ്ടിരുന്നത് BJP തിരുവനന്തപുരത്ത് നേടിയാലായി, തൃശ്ശൂർ പോലും കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എല്ലാ തരത്തിലുള്ള കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വിജയമുണ്ടാകുന്നു, ആലപ്പുഴയിൽ വിജയത്തോടെ അടുക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് പിന്നെ പഴയതുപോലെ തന്നെ നിന്നു, ഇഞ്ചോടിഞ്ച് നിന്നു. തീരദേശം എണ്ണിക്കഴിഞ്ഞപ്പോൾ തരൂര് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി എവിടെയെല്ലാം മത്സരിക്കും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു. ഏതായാലും ഒരു മണ്ഡലത്തിലേ മത്സരിക്കത്തുള്ളൂ, അല്ലാതെ സുരേന്ദ്രനെ പോലെ മഞ്ചേശ്വരത്തും കോന്നിയിലും ഓടി നടക്കത്തില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയമസഭാ മണ്ഡലത്തിലും പേര് പറയുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വൻ വിജയം BJPക്ക് ഉണ്ടായതുകൊണ്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പുതുക്കാടും ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞു. 2016 മത്സരിച്ചിട്ടുള്ള സ്വന്തം ദേശം പോലെ തട്ടകം സുപരിചിതമായിട്ടുള്ള പാലക്കാട്ടേക്ക് തന്നെ വീണ്ടും ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർത്തിക്കാട്ടുകയാണ്. കാരണം പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിനുണ്ടാക്കിയ പേരുദോഷവും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുകയും MLA സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിജയിക്കുമോ എന്നുള്ളതാണ്.
2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അതിശക്തമായ പോരാട്ടമാണ് നടന്നത്. ഷാഫി പറമ്പിലും ശ്രീധരനുമായിട്ടുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നു. PK കൃഷ്ണദാസുമായിരുന്നു അവിടെ ഏറ്റുമുട്ടിയത്. അവിടെ ഷാഫി പറമ്പിലും ശ്രീധരനും തമ്മിലായിരുന്നു മത്സരം. ആ മത്സരം ഏതാണ്ട് ശ്രീധരൻ വിജയത്തോടടുത്തു എന്നുള്ളതാണ്. പക്ഷെ അവസാന നിമിഷത്തിൽ ചില പ്രത്യേക കോർണറുകളിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഷാഫി അവിടെ കയറുകയും ചെയ്തു. ഏതാണ്ട് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മെട്രോമാൻ ശ്രീധരൻ അവിടെ നേടിയ വിജയമെന്ന് പറയുന്നത് BJPക്ക് അവിടെ ഒരു വലിയ അടിത്തട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ ഇക്കുറി അവിടെ ഇറക്കിക്കഴിഞ്ഞാൽ ഇവിടെ മണ്ഡലത്തിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെക്കുറിച്ച് തന്നെയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മൈലേജും വിജയസാധ്യതയും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിർത്തുമോ, പുതുക്കാട് നിർത്തുമോ, കായംകുളത്ത് നിർത്തുമോ, വട്ടിയൂർക്കാവിൽ നിർത്തുമോ? ഇല്ല. BJPക്ക് വലിയ വേരോട്ടമില്ലാത്ത ഒരു പ്രദേശത്തായിരിക്കും, ഒരു നിയമസഭാ മണ്ഡലത്തിലായിരിക്കും ശോഭാ സുരേന്ദ്രനെ നിർത്താൻ പോകുന്നത്. ഒരു തരത്തിലും അവിടെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഇടം. ഇത്രയും BJPയിലെ അതിശക്തയായിട്ടുള്ള തീപ്പൊരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനോട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ രാഷ്ട്രീയ ചാണക്യത്തിൻ്റെ വേറൊരു ഭാഗമാണ്. അതായത് ഒട്ടും തന്നെ വേരോട്ടമില്ലാത്ത പ്രദേശത്ത് പോയി BJPക്ക് അവിടെ ഒരു വളക്കൂറുള്ള മണ്ണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന് കൊടുക്കുന്ന ജോലി. അതാണ് ശോഭാ സുരേന്ദ്രനെ അതിനുവേണ്ടി അങ്ങ് നിയോഗിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം എല്ലാം എത്തുമ്പോൾ ഇത്തരത്തിലങ്ങ് മാറും. കേരളത്തിൽ ഭരണത്തോടടുത്ത് കഴിയുമ്പോൾ മാത്രം ശോഭാ സുരേന്ദ്രനെ നിയമസഭയിലേക്ക് എത്തിക്കാൻ പോകുന്നുള്ളൂ. അതുവരെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതൊക്കെ വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. വട്ടിയൂർക്കാവായാലും കായംകുളമായാലും പുതുക്കാടായാലും പാലക്കാടായാലും ഒക്കെ തന്നെ വിജയം ഉറപ്പാക്കാവുന്ന മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആറ്റിങ്ങൽ മത്സരിച്ചു. പിന്നീട് അവിടെ എന്തുകൊണ്ട് നിർത്തിയില്ല? കാരണം ശോഭാ സുരേന്ദ്രൻ അവിടം BJPക്ക് വളക്കൂറുള്ള ഒരു മണ്ണാക്കി മാറ്റി. ഇനി അടുത്ത വേറൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മള് ഈ കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് നിലം ഉഴുതുമറിച്ചിടുമല്ലോ, അത്തരത്തിൽ ഉഴുതുമറിച്ചിടാനുള്ള ഒരാൾ മാത്രമായി തീർന്നിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. അതിനുവേണ്ടിയാണ് പാർട്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇനി അത് കഴിഞ്ഞ് 2031 BJP കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ വളരെ സുരക്ഷിതമായ ഇടത്തിലേക്ക് കൊണ്ടുവന്ന് വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പാർട്ടി കാണുന്നത്. അതുവരെ ശോഭാ സുരേന്ദ്രൻ തൻ്റെ ഈ അതിശക്തമായ പോരാട്ടം BJPക്ക് വളക്കൂറില്ലാത്ത മണ്ണിൽ വളക്കൂർ ഉള്ളതാക്കി മാറ്റി തീർക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ശോഭാ സുരേന്ദ്രനെ നിയോഗിച്ചിരിക്കുന്നത്.